അപ്പോൾ സെബ്രോണിക്സിൽ നിന്ന് നമുക്കൊരു പെട്ടി അയച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം ഒരു 5 പ്രൊഡക്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ചൊന്ന് നോക്കിയേക്കാം. അവിടെ അടങ്ങിയിരി. അയ്യോ, ഇതിലൊന്നുമില്ലല്ലോ. ചുമ്മാ പറഞ്ഞ ഇതിൻ്റെ അകത്തുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് പുറത്തോട്ട് എടുത്ത് വെക്കാം. 1 2 3 4 5. അതെ, 5 പ്രൊഡക്റ്റുകൾ. ഈ 2 സാധനം, അതായത് ഈ 2 പ്രൊഡക്റ്റ് ഇത് എന്തൊക്കെയാന്ന് നോക്കട്ടെ. ഇത് ഒരു ഹെഡ്ഫോൺ ആണ്. ഇതൊരു RGB ലൈറ്റുള്ളൊരു വയേർഡ് മൗസാണ്. ഈ 2 സാധനം നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ 2 ഫോളോവേഴ്സിനുള്ളതാണ്. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നല്ലൊരു കമന്റ് ഇടുക. ആ കമന്റിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന 5 പ്രൊഡക്റ്റുകളാണ് നമുക്ക് സെബ്രോണിക്സിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്നത്. 2 ഹെഡ്ഫോണും 3 മൗസും. സെബ്രോണിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള സെബ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഹെഡ്ഫോൺ, അതായത് ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാവുന്ന പ്രീമിയം ഹെഡ്ഫോൺസിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു കിണ്ണം കാച്ചി ഹെഡ്ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. അപ്പോൾ ആദ്യം ഒരു ഹെഡ്ഫോൺ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? ഇതിൻ്റെ ക്വാളിറ്റി. കാരണം ഒരുപാട് ഇത് ഊരിപ്പോയൊന്നും അല്ല കേട്ടോ, ഇതിനകത്തുള്ള മറ്റേ സ്പോഞ്ചാണ്. ഇനി ആരും അത് പറയരുത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ട് ഒരു ഹെഡ്ഫോൺ നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അപ്പം സംഭവം എന്തായാലും സെറ്റാണ്. ഇത് കണ്ടത് ഇങ്ങനെയൊക്കെ നമുക്കിത് ഇങ്ങനെ വളച്ചും തിരിച്ചു വെക്കാം. ആരും വളച്ചും തിരിച്ചൊന്നും ഉപയോഗിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് എടുത്ത് തലയിൽ വെക്കുക, യൂസ് ചെയ്യുക. അപ്പോൾ 50 mm-ന്റെ 2 ഡ്രൈവറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിൽ RGB ലൈറ്റ്, അതായത് നമുക്ക് ലൈറ്റും കാര്യങ്ങളും കൂടെ ഇതിൽ നമ്മുടെ സെബ്രോണിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ഗെയിമിംഗ് ഹെഡ്ഫോൺ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണല്ലോ പ്രധാനം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ്ഫോണിലേക്ക് വരുമ്പോൾ നമുക്കിതേ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കണക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇതിൽ 2 കണക്ടർ ആണല്ലോ, ഇത് നമുക്ക് മൊബൈലിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മൊബൈലിൽ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു അഡാപ്റ്റർ പോലത്തെ ഒരു സംഭവമാണ്. അവിടെ നമുക്ക് കമ്പ്യൂട്ടർ ഉള്ളവർക്ക് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ കുത്തി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഈ ഒരു USB എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു USB ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എന്തിനാണെന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു RGB ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു USB നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമുക്ക് ആ ഒരു USB കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു RGB ലൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു USB അൺപ്ലഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമൽ ഒരു ഹെഡ്ഫോൺ ആയിട്ട് ഇതേപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൈക്ക് കൂടെ എക്സ്ട്രാ നമുക്ക് വർക്ക് ചെയ്യാം. അതായത് കമ്പ്യൂട്ടറിൽ മൈക്കിന് സെപ്പറേറ്റ് സ്ലോട്ടാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു അഡാപ്റ്റർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഓഡിയോയ്ക്കും ഒരെണ്ണം മൈക്കിനും. അതുവേണ്ടിയാണ് ഈ ഒരു എക്സ്ട്രാ കണക്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ചെവിയിൽ വെക്കാൻ നേരമുള്ള ഒരു പെയിനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നോർമലി മറ്റുള്ള ഹെഡ്ഫോൺസ് ഓവർ ടൈറ്റ് അല്ല. നമ്മുടെ ചെവി കറക്റ്റായിട്ട് ആ ഒരു ഹെഡ്ഫോണിൻ്റെ ആ ഒരു ഡ്രൈവറിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെവി ഭയങ്കര ഫ്രീ ആണ്. എൻ്റെ ഒരു നോർമൽ വലിപ്പമുള്ളൊരു ചെവിയാണ്. ഇപ്പോൾ ഓവർ സൈസ്ഡ് വലിപ്പമുള്ള ചെവിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും ഒരു നോർമലി ഒരു ആളുടെ ചെവി, എൻ്റെ ചെവി കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് സ്പേസ് നമുക്ക് മിച്ചമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ തന്നെ ഈ മൈക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതും അവർ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഹെഡ്ഫോൺ വെച്ച് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെബ് ജൂപ്പിറ്റർ എന്നുള്ള ഈ ഒരു ഹെഡ്ഫോൺ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കമന്റ് ചെയ്യുക. ഈ ഒരു ഹെഡ്ഫോൺ ആണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്നുകൂടെ പറയാം, കമന്റ് ചെയ്യുക, നല്ലൊരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ഹെഡ്ഫോണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഞാൻ ഈ ഒരു പേര് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതായത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. അതായത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഹെഡ്ഫോൺ ആണ് നിങ്ങളെ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെബ് ഹവോക്ക് എന്ന് പറയുന്ന നമ്മുടെ സെബ്രോണിക്സിന്റെ പ്രീമിയം ഗെയിമിംഗ് ഹെഡ്ഫോൺ. അപ്പോൾ നമ്മുടെ നേരത്തെ കണ്ട ഹെഡ്ഫോൺ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹെഡ്ഫോൺ ആണിത്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ പ്രത്യേകത ഞാൻ വെച്ചുകൊണ്ട് തന്നെ പറയാം. അതായത് ഇതിൻ്റെ ക്വാളിറ്റി, അതായത് നമ്മൾ നേരത്തെ കണ്ട ഹെഡ്ഫോൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു കുഷനിങ് ഒക്കെ അടിപൊളിയാണ്. ആ ഒരു ഹെഡ്ഫോണിൻ്റെ ആ ഒരു അതായത് നമ്മുടെ ആ ഒരു ചെവി വന്ന് മുട്ടുന്ന ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, നല്ല കിടിലൻ കുഷനിങ് കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ 1 year സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിൻ്റെ റെഡീം കോഡും കാര്യങ്ങളൊക്കെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ്ഫോൺ കാണിച്ചപ്പോൾ മറന്നുപോയി, നമുക്ക് ഇതിലൊരു
ഇതാണ് നമ്മുടെ കാർഡ്, വാറണ്ടി കാർഡ് എന്നുള്ളത്. ജസ്റ്റ് ഇതിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാറണ്ടി രജിസ്ട്രേഷൻ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. നോർമലി നമുക്ക് ഇതിൻ്റെ കൂടെ ബില്ലിലോ കാര്യങ്ങളോ ഒന്നും അല്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അന്യായ ക്വാളിറ്റിയാണ് കേട്ടോ. പക്ഷേ ഈ ക്വാളിറ്റി നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എനിക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിന് പോരായ്മ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നേരത്തെ കണ്ടപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോൺ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഇപ്പോൾ PC-ലേക്കോ ലാപ്പിലേക്കോ വരുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ കണക്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കൂടാതെ തന്നെ നമുക്കൊരു ബട്ടൺ വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മൈക്കും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഇപ്പോഴത്തെ കറണ്ടിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്, 2999. നിങ്ങൾ ജസ്റ്റ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ചെക്ക് ചെയ്യുക. ഇത് പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പ്രൈസ് പ്രൊഡക്റ്റ് ഇറങ്ങിയ സമയത്തുള്ള ഒരു പ്രൈസാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതിന് പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളും എല്ലാം എന്ന് ഉറപ്പായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പ്രൈസ് ഡ്രോപ്പ് ആവാൻ സമയത്ത് നോക്കി ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം വെച്ചാൽ ഈ ഒരു ഡോൾബി അറ്റ്മോസും കാര്യങ്ങളും എല്ലാം കൂടി ഹെഡ്ഫോണിനോട് ലഭിക്കുന്നത് ഭയങ്കര നമുക്കൊരു വെർത്താണ്. കാരണം ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫീൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അമ്മാതിരി ഫീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി കാണാനുള്ളത് മൗസാണ്, അതായത് ഗെയിമിംഗ് മൗസ്. നമുക്കൊരു 3 മൗസ് അവർ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് 3 മൗസും സെപ്പറേറ്റ് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് 3 മൗസുകളാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. അതായത് മറൈൻ എന്ന് പറയുന്ന ഈ ഒരു മൗസ്, അതേപോലെ തന്നെ ബ്ലാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മൗസ്, പിന്നെ വരുന്നത് ക്രിസ്റ്റൽ എന്നുള്ള ഈ ഒരു മൗസ്. ഈ ഒരു മൗസ് തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ എന്നുള്ള സെബ്രോണിക്സിന്റെ ആ ഒരു ട്രാൻസ്പെറന്റ് മൗസ്. അപ്പോൾ ഈ ഒരു മൗസ് എനിക്ക് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെബ്രോണിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇതിനകത്തുള്ള ബോർഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ഭയങ്കര വിസിബിൾ ആണ് ഈ ഒരു മൗസിൻ്റെ അകത്ത്. അതേപോലെ ഇതിൻ്റെ ഒരു RGB ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. കാരണം അത്യാവശ്യം നല്ല ബ്രൈറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇത് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഓരോരോ മോഡുകളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ തമ്പ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ലൈറ്റ് ഓഫ് ആവുന്നതാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് വാങ്ങുന്നവർ എന്തായാലും ലൈറ്റ് ഓഫ് ആക്കി ഉപയോഗിക്കാനല്ലോ സാധനം മേടിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണത് സെബ്രോണിക്സിന്റെ തന്നെ മറൈൻ എന്ന് പറയുന്ന ഈ ഒരു കിടിലൻ ലുക്കുള്ള ഒരു അടിപൊളി മൗസ് ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കംഫർട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരായാലും നോക്കും, അമ്മാതിരി ഒരു മൗസാണ്. അപ്പോൾ ഈ ഒരു മൗസ് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് ആണ്. അതായത് മെയിനായിട്ട് ഈ ഒരു വയർലെസ് മൗസ് ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സെല്ല് ചാർജ് ചേർന്ന് പോവുക, ലാഗ് വരിക. നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ മൗസ് അനക്കിയാൽ ഈ ഒരു പോയിന്റർ അനങ്ങാതെ വരിക. അപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പോം വഴിയായിട്ടാണ് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഒരു മൗസ് അതിൻ്റെ ഉപയോഗം വരുന്നത്. അതേപോലെ 500 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാക്സിമം ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ആ ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ചാർജ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇതിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 6 ബട്ടൺസ് നമുക്ക് ഈ ഒരു മൗസിൽ കൊടുത്തിട്ടുണ്ട്. ഈ 6 ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ലാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് നമ്മുടെ ലൈറ്റ് ഇങ്ങനെ RGB ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര നമുക്ക് നല്ല രസമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു മൂഡ് ഷിഫ്റ്റർ എന്നൊക്കെ കിട്ടില്ല, അതേപോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു മറൈൻ എന്നുള്ള ഈ ഒരു മൗസിൽ നമുക്ക് ഒരു USB ഡോങ്കിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് കണ്ടോ ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ എന്നുള്ള മൗസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെബ്രോണിക്സ് അയച്ചു തന്ന പ്രൊഡക്ട്സിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മൗസ് ആണ്. ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇവരുടെ ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു മൗസ് കൂടെ ഉണ്ട്, ഒരു പ്രീമിയം മൗസ് കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അവസാനമായിട്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ മൗസ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഇത് നോർമലി ഒരു സാധാ ഒരു മൗസ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് റീചാർജബിൾ ആണ്. നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ വയർലെസ് മൗസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു USB ഡോങ്കിൾ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഓൾറെഡി ലാപ്പിൽ തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ കാണും. പക്ഷേ PC ആണ് ഉപയോഗിക്കുന്നത്, അതായത് ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഡോങ്കിളുണ്ട്. ആ ഡോങ്കിൾ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു മൗസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു 5 പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ഹെഡ്ഫോണും മൗസും കിട്ടാനായിട്ട് നല്ലൊരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയുടെ അഭിപ്രായമായിട്ട് തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളോട് അറിയാൻ സാധിക്കുമല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇത് വിജയിച്ച ആരാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ വഴിയും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി വഴിയും ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ആയിട്ടും ഇടുന്നതായിരിക്കും ആരാണ് വിൻ ചെയ്തെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ലൊരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക്, അതായത് 5 എണ്ണം ഉണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്.
ഇതിൽ 5 എണ്ണം കൊണ്ട് എനിക്ക് കാര്യമില്ല. അതോടൊപ്പം ഒരെണ്ണം ഒരു 2 പ്രൊഡക്റ്റിൽ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാൻ ഓർത്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.